വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, സുഹൃത്തുക്കളെ, നാട്ടുകാർ, സ്റ്റേജ് സ്ട്രോങ് ആണല്ലോ അല്ലേ? ഏതായാലും എന്നെ ഒരുപാട് ചടങ്ങുകൾക്ക്, പ്രത്യേകിച്ച് ജനപ്രിയ ചടങ്ങുകൾക്ക് എപ്പോഴും വിളിക്കുന്നൊരു വ്യക്തിത്വമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ MLA. പലപ്പോഴും ആ പരിപാടികൾക്ക് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഇപ്പോൾ ഈ ഒരു ഭക്ഷ്യ പദ്ധതിക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ അഭ്യർത്ഥനകൾക്ക് ശേഷം, അല്ലെങ്കിൽ വിരട്ടലുകൾക്ക് ശേഷം ഈ ഒരു ചടങ്ങിൽ വരാൻ സാധിച്ചത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു വിരോധാഭാസം കൂടെ ഇവിടെ ഉണ്ട്. അത് സമയത്തിൻ്റെ പരിമിതി മൂലമായിരുന്നു. എനിക്ക് കുറച്ച് തിരക്കുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകി വന്നതിന് ആദ്യം ക്ഷമ ചോദിക്കുന്നു. ഭക്ഷണം കഴിക്കാതെ വന്നതിന്, അത് രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് വന്നത് നല്ലൊരു ഉദാഹരണമല്ല എന്നുള്ളത് തെളിയിക്കാൻ കൂടി ഒരു അവസരം തന്നതിന് നന്ദി കൂടി പറയുന്നു. നമുക്കറിയാം, ഇപ്പം ജയിലുകളിലാണ് കുറച്ചുകൂടെ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അതിലൊരു മാറ്റം വരണം. കുറ്റവാളികളെ വളർത്താനല്ല, കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് ഈ ഒരു ഭക്ഷ്യപദ്ധതി ഒരു വലിയൊരു ഉദാഹരണമാവട്ടെ, ഒരു തുടക്കമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് കൂടെ നിൽക്കുന്ന, മുന്നിലും പിന്നിലും ഒപ്പവും നിൽക്കുന്ന എല്ലാവർക്കും, വേദിയിലിരിക്കുന്നവർക്കും ഇവിടെ കൂടെയിരിക്കുന്നവർക്കും, മനസ്സുകൊണ്ടെങ്കിലും ഈ ഒരു ചടങ്ങിനോടൊപ്പം നിൽക്കുന്ന എല്ലാ സഹൃദയർക്കും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല മാതൃകപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് വരട്ടെ, വളരട്ടെ, വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. എന്നെക്കാളുപരി നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഇവിടുത്തെ കുട്ടികൾ വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾ കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ, രുചി എന്ന് പറയുന്നത് വിശപ്പേറുന്നതോറും രുചി കൂടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ചെറിയൊരു ഒരു ഒരു വൈകിയ വേളയാണെങ്കിൽ പോലും ആ ഭക്ഷണത്തിന് രുചി കൂടട്ടെ. അത് ഏറ്റവും നല്ല രീതിയിൽ. നിങ്ങളൊക്കെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്? അല്ല, ടീച്ചേഴ്സാണ്. അടിപൊളി. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കൂടുതലൊന്നുമില്ല. ഒരു നല്ല തലമുറയെ, യുവതലമുറയും ഭാവി തലമുറയ്ക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ കുഞ്ചാക്കോ ബോബൻ, മറ്റ് വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ എല്ലാവരെയും ഔപചാരികമായിട്ട് അഡ്രസ്സ് ചെയ്യാത്തത് സമയക്കുറവ് കൊണ്ട് തന്നെയാണ്. കുട്ടികളൊക്കെ വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് നേരമായി കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ചടങ്ങിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ, വിശക്കുന്ന വയറിന് മറ്റൊന്നും അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കടമയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സുഭിക്ഷം തൃക്കാക്കര എന്ന ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് എന്നെ സഹായിച്ച, എന്നും മാനവ രാശിക്ക് വേണ്ടിയിട്ട് എന്നും ചേർന്ന് നിൽക്കുന്ന അശ്വനർക്ക് സഹായികളായിട്ടുള്ള BPCL പോലെ ഒരു പ്രോജക്റ്റ് കമ്പനിയാണ് ഇതിനെന്നെ സഹായിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. സാധാരണക്കാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും നന്നായി സഹായിക്കുന്ന BPCLൻ്റെ ഒരു സഹായം ഇനിയും കൂടുതൽ കാര്യങ്ങൾക്ക് ഈ മണ്ഡലത്തിലേക്ക് വേണ്ടി ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ, അതുപോലെ എൻ്റെ പ്രവൃത്തികൾക്കൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും കരുണയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.